ഈ ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 10ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ എം ആർ എൻ എയിൽ എങ്ങനെയാണ് ജനറ്റിക് കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എം ആർ എൻ എയിൽ എങ്ങനെയാണ് ഓരോ അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇരിക്കുന്നത്, അതായത് ജനറ്റിക് കോഡ് എന്താണ്. ജനറ്റിക് കോഡ് എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഒരു കോഡാണ് കേട്ടോ. ഒരു കോഡ് ഒരു അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ജനറ്റിക് കോഡ് എന്താണ് എന്നാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, റിപ്ലിക്കേഷന്റെ സമയത്താണെങ്കിലും ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്താണെങ്കിലും ഒരു ന്യൂക്ലിക് ആസിഡ് വേറൊരു ന്യൂക്ലിക് ആസിഡ് ആയിട്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കോംപ്ലിമെന്റാരിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇത് കോപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് DNA ഉണ്ടെങ്കിൽ അതിന്റെ RNA എന്താണെന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ DNA ഉണ്ടെങ്കിൽ DNA റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ പേരന്റൽ സ്ട്രാൻഡ് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ ഡോട്ടർ സ്ട്രാൻഡ് എങ്ങനെ ഫോം ചെയ്യുന്നു നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ജനറ്റിക് കോഡ് ഒരു mRNA ഇരിക്കുന്ന, അതായത് ഒരു mRNA അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന, അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പോളിപെപ്റ്റൈഡിനെ സിന്തസൈസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ എടുത്തു വരുന്ന ഒരു RNA ആണല്ലോ ഈ mRNA എന്ന് പറയുന്നത്. ഈ mRNAയില് കോംപ്ലിമെന്റാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല അമിനോ ആസിഡുമായിട്ട് അല്ലെ. mRNAയിൽ ഇരിക്കുന്ന എന്താ, റൈബോ ന്യൂക്ലിയോടൈഡ് ആണ് ഇരിക്കുന്നത്. കുറേ റൈബോ ന്യൂക്ലിയോടൈഡിന്റെ പോളിമർ ആണ് ഇരിക്കുന്നത്. ആ റൈബോ ന്യൂക്ലിയോടൈഡിന്റെ പോളിമർ ഡയറക്റ്റ് ആയിട്ട് കോംപ്ലിമെന്റാരിറ്റി ഒന്നും കാണിക്കുന്നില്ല അമിനോ ആസിഡിനോട്. പിന്നെ എങ്ങനെയായിരിക്കും ഈ ന്യൂക്ലിയോടൈഡ്സ്, ഈ റൈബോ ന്യൂക്ലിയോടൈഡ്സ് അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സോൾവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഷനിൽ നമ്മൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ mRNAയും അമിനോ ആസിഡും തമ്മിൽ കോംപ്ലിമെന്റാരിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് അത് ആ mRNAനെ ഡീകോഡ് ചെയ്ത് അമിനോ ആസിഡ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ അത് തമ്മിൽ കോംപ്ലിമെന്റാരിറ്റി ഇല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ mRNAയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് ആ mRNAയിൽ ഇരിക്കുന്നത്. ആ ഇൻഫർമേഷൻ മാറിയ അമിനോ ആസിഡ് മാറിപ്പോവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെന്റാരിറ്റി ഇല്ലെങ്കിൽ കൂടി ആ അമിനോ ആസിഡിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്ന ആ ന്യൂക്ലിയോടൈഡ് അത് ജനറ്റിക് കോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ഓരോ ജനറ്റിക് കോഡും ഓരോ അമിനോ ആസിഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ആ ജനറ്റിക് കോഡിനെ എലൂസിഡേറ്റ് ചെയ്ത് അത് അമിനോ ആസിഡിന്റെ സീക്വൻസ് ആയി എങ്ങനെ ജനറ്റിക് കോഡിന്റെ ആ ഇൻഫർമേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ പ്രോട്ടീൻ സിന്തസിസിൽ നടക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഡ്യൂറിംഗ് റിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ എ ന്യൂക്ലിക് ആസിഡ് വാസ് കോപ്പീഡ് ടു ഫോം അനദർ ന്യൂക്ലിക് ആസിഡ്. ഹെൻസ് ദീസ് പ്രോസസ് ആർ ഈസി ടു കോൺസെപ്ച്വലൈസ് ഓൺ ദ ബേസിസ് ഓഫ് കോംപ്ലിമെന്റാരിറ്റി. ഇത് കോൺസെപ്ച്വലൈസ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു, ബിക്കോസ് ദാറ്റ് ഈസ് ബേസിസ് ഓൺ ദ കോംപ്ലിമെന്റാരിറ്റി. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ റിക്വയർസ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം എ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ് ടു സിന്തസൈസ് എ പോളിമർ ഓഫ് അമിനോ ആസിഡ്. പക്ഷേ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രോസസ്സിൽ ജനറ്റിക് ഇൻഫർമേഷൻ ഒരു പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡിൽ നിന്ന് അമിനോ ആസിഡ് പോളിമറിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അത് കോംപ്ലിമെന്റാരിറ്റി ഒന്നും ഇല്ലാത്തതാണ്. അവിടെ കോംപ്ലിമെന്റാരിറ്റി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. നെയ്തർ ഡസ് എനി കോംപ്ലിമെന്റാരിറ്റി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയോടൈഡ് ആൻഡ് അമിനോ ആസിഡ് നോർ കുഡ് എനി ബി ഡ്രോൺ തിയററ്റിക്കലി. ആർക്കും തിയററ്റിക്കലി അത് ഡ്രോൺ ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെ കോംപ്ലിമെന്റാരിറ്റി ഡയറക്റ്റ് ആയിട്ട് ന്യൂക്ലിയോടൈഡും അമിനോ ആസിഡും തമ്മിൽ ഇല്ലതാനും. ദർ എക്സിസ്റ്റഡ് ആംബിൾ എവിഡൻസ് ദോ ടു സപ്പോർട്ട് ദ നോഷൻ ദാറ്റ് ചേഞ്ച് ഇൻ ന്യൂക്ലിക് ആസിഡ് ഓർ ജനറ്റിക് മെറ്റീരിയൽ വെയർ റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ഇൻ അമിനോ ആസിഡ് ഇൻ പ്രോട്ടീൻ. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, കോംപ്ലിമെന്റാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിക് ആസിഡിൽ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് പ്രോട്ടീനിന്റെ അമിനോ ആസിഡ് സീക്വൻസിലും ഉണ്ടാവുന്നത് നമുക്ക് കാണാം. ദിസ് ലെഡ് ടു ദ പ്രൊപ്പോസിഷൻ ഓഫ് ജനറ്റിക് കോഡ് ദാറ്റ് കുഡ് ഡയറക്ട് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഡ്യൂറിംഗ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ഇതാണ് ജനറ്റിക് കോഡിന്റെ പ്രൊപ്പോസിഷനിലേക്ക് ലീഡ് ചെയ്ത്, അതായത് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്, പ്രോട്ടീൻ സിന്തസിസിൽ ഉണ്ടാകുന്ന സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ജനറ്റിക് കോഡിനെ ഇലൂസിഡേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ജനറ്റിക് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കിയത്. ഈ ജനറ്റിക് മെറ്റീരിയലിന്റെ ബയോകെമിക്കൽ നേച്ചർ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ DNA സ്ട്രക്ചറും ഒക്കെ വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ അത് ഡെസിഫർ ചെയ്തപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഫ് തന്നെയായിരുന്നു DNA സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തപ്പോൾ. പക്ഷേ ഡെസിഫറിങ് ജനറ്റിക് കോഡ് ടു ദ അമിനോ ആസിഡ്, അതായത് ഓരോ ജനറ്റിക് കോഡും ഏത് അമിനോ ആസിഡിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന മോസ്റ്റ് ചലഞ്ചിങ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തത് അവിടെയാണ്. ഈ
എന്താ പറയുക, പല ഗ്രൂപ്പിൽ നിന്നുള്ള സയൻറ്റിസ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. അതായത് ഫിസിസിസ്റ്റും ഓർഗാനിക് കെമിസ്റ്റും ബയോകെമിസ്റ്റും ജനറ്റിസിസ്റ്റും ഒക്കെ ഒരേപോലെ വർക്ക് ചെയ്തിട്ടാണ് ഈ എലൂസിഡേഷൻ ഓഫ് ദ ജനറ്റിക് കോഡ് ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് ദിസ് ജനറ്റിക് കോഡ് ഇൻ ടു അമിനോ ആസിഡ് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ജോർജ് ഗാമോ എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആകെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന 4 ഉള്ളൂ. അത് mRNA-യുടെ കേസിലാണെങ്കിൽ ഏതൊക്കെയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്? അഡിനിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, യുറിഡിലിക് ആസിഡ്. ഈ 4 ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉള്ളത്. ആ 4 ന്യൂക്ലിയോടൈഡ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അതിന്റെ ബേസസാണ്. ഒന്നിനകത്ത് അഡിനിനായിരിക്കും, ഒന്നിനകത്ത് ഗ്വാനിനായിരിക്കും, ഒന്നിനകത്ത് സൈറ്റോസിനായിരിക്കും, ഒന്നിനകത്ത് യുറാസിലായിരിക്കും. അപ്പോൾ ഈ 4 ബേസസ് വെച്ചിട്ട് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണം. കാരണം എന്താ അറിയോ, നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ 20 അമിനോ ആസിഡ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഈ mRNA എന്നാണ്. അപ്പോൾ ആ mRNA-യിൽ ഇരിക്കുന്ന ഈ 4 ബേസസ് അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൂ. അപ്പോൾ ഈ 4 ബേസ് വെച്ച് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ബേസ് ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യൽ നടക്കില്ല. രണ്ട് ബേസ് അമിനോ ആസിഡ് ബേസ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാന്ന് വെച്ചാൽ ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അനുസരിച്ച് 2 ബേസ് 4 ന്യൂക്ലിയോടൈഡിൽ നിന്ന് 2 ബേസിന്റെ കോമ്പോസിഷൻ, അതായത് 2 ന്യൂക്ലിയോടൈഡിന്റെ കോമ്പോസിഷൻ 16 തരത്തിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ 16 തരത്തിലുള്ള കോമ്പോസിഷനും കൊണ്ട് 20 അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ലോ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ന്യൂക്ലിയോടൈഡ് കൂടി ഒരു ജനറ്റിക് കോഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 4x4x4 അതായത് 64 കോഡോൺ ഉണ്ടാക്കാൻ പറ്റും. ഈ 64 കോഡോണാണ് ഏറ്റവും ലോവർ ലെവൽ ഓഫ് കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് നടന്നാൽ തന്നെ, ഏറ്റവും കുറച്ച് നമ്പർ ന്യൂക്ലിയോടൈഡിന്റെ കോമ്പിനേഷൻ നടന്ന 20 അമിനോ ആസിഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മിനിമം ഈ 3 ന്യൂക്ലിയോടൈഡിന്റെ കോമ്പിനേഷനെങ്കിലും നടക്കണം. എന്ന് പറഞ്ഞാൽ ഈ 64 കോഡോൺ ഉണ്ടായതാണ് അംഗീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ച് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 3 ന്യൂക്ലിയോടൈഡ് കൂടിയിട്ടാണ് ഒരു ജനറ്റിക് കോഡോൺ എന്നും, അതേപോലെ 64 കോഡോൺ ഉണ്ട് എന്നും, അതേപോലെ അത് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഉള്ളതിൽ കൂടുതലുണ്ട് എന്നുമാണ് കണ്ടുപിടിക്കപ്പെട്ടത് കേട്ടോ. ഇനി അതിനകത്ത് ആ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഓരോ അമിനോ ആസിഡിനും ഒരു കോഡോൺ അല്ല കോഡ് ചെയ്യുന്നതെന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ 64 കോഡോൺ അവിടെ എന്താണ് എടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഇഫ് ഡിറ്റർമൈനിങ് ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് DNA വാസ് വെരി എക്സൈറ്റിംഗ്, ദ പ്രൊപ്പോസിഷൻ ആൻഡ് ഡിസിഫറിംഗ് ഓഫ് ജനറ്റിക് കോഡ് വെയർ മോസ്റ്റ് ചലഞ്ചിങ്. അതായത് DNA-യുടെ സ്ട്രക്ചറൊക്കെ കണ്ടുപിടിച്ചപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നുവെങ്കിലും ആ ജനറ്റിക് കോഡ് ഡെസിഫർ ചെയ്ത് അതിൻ്റെ അമിനോ ആസിഡ് പ്രൊപ്പോസിഷൻ ആൻഡ് ഡെസിഫറിംഗ് ഓഫ് ജനറ്റിക് കോഡ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദ അമിനോ ആസിഡ്, ട്രാൻസ്ലേറ്റ് ചെയ്ത അമിനോ ആസിഡ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് അത് തിയററ്റിക്കലി കണ്ടുപിടിക്കാൻ അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു, ഒരു ഫീൽഡ് തന്നെയായിരുന്നു. ഇൻ എ വെരി ട്രൂ സെൻസ് ഇറ്റ് റിക്വയർഡ് ഇൻവോൾവ്മെന്റ് ഓഫ് സയന്റിസ്റ്റ് ഫ്രം സെവറൽ ഡിസിപ്ലിൻസ് physicist, organic chemist, biochemist and geneticist. It was George Gamow, a physicist, who argued that since there are only 4 bases and if they have to code for 20 amino acid, the code should constitute a combination of bases. അതായത് ആകെ 4 ന്യൂക്ലിയോടൈഡേ ഉള്ളൂ ഈ പറയുന്ന RNA-യിൽ. ആ 4 ന്യൂക്ലിയോടൈഡ് വെച്ച് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യൂക്ലിയോടൈഡിന്റെ ഒരു കോമ്പിനേഷൻ മാത്രമേ അതിന് സഹായിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. He suggested that in order to code for 20 amino acid, the code should be made up of 3 nucleotide. 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണമെങ്കിൽ 3 ന്യൂക്ലിയോടൈഡിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. This was a very bold proposition because a permutation combination of 4^3 would generate 64 codon, generating many more codon than required. നമുക്ക് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടതിനേക്കാൾ കൂടുതൽ കോഡോൺ 64 കോഡോൺ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ആ 3 കുറഞ്ഞ ന്യൂക്ലിയോടൈഡിന്റെ കോമ്പിനേഷൻ കൊണ്ട് ഈ 20 അമിനോ ആസിഡിനെ തികയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അപ്ലൈ ചെയ്ത് 4^3 ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് 3 ന്യൂക്ലിയോടൈഡിന്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് 64 കോഡോൺസ് ഉണ്ടാവും. ആ 64 കോഡോൺ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടതിൽ കൂടുതലാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു കേട്ടോ. ഇനി കോഡോൺ ഒരു ട്രിപ്ലെറ്റ് ആണെന്നുള്ളതിന് പല പ്രൂഫും വന്നു കേട്ടോ. കെമിക്കൽ മെത്തേഡ് ഹാർഗോബിന്ദ് കൊറോണ കണ്ടുപിടിച്ച കെമിക്കൽ മെത്തേഡ് വെച്ച് RNA സിന്തസൈസ് ചെയ്തു. ഇൻസ്ട്രുമെന്റൽ സിന്തസൈസിങ് RNA മോളിക്യൂൾ. അത് അദ്ദേഹം സിന്തസൈസ് ചെയ്ത RNA-യിലെ ഹോമോപോളിമേഴ്സും കോപോളിമേഴ്സും
പ്രോട്ടീൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം RNA സിന്തസൈസ് ചെയ്തത്. ഹോമോപോളിമേഴ്സ് എന്ന് പറയുന്ന ഒരേ തരത്തിലുള്ള പോളിമേഴ്സ്, അതായത് ഇപ്പോൾ യുറാസിലാണെങ്കിൽ യുറാസിൽ അങ്ങനെ 3 എണ്ണം. അതേപോലെ തന്നെ കോപോളിമേഴ്സ് എന്ന് പറയുന്ന UUC അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, അതേപോലത്തെ തന്നെ വേറൊരു പോളിമർ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു RNA സിന്തസൈസ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ മാർഷൽ നിരൻബർഗും സെൽ ഫ്രീ സിസ്റ്റത്തിൽ, അതായത് ടെസ്റ്റ് ട്യൂബിനകത്ത് പ്രോട്ടീൻ സിന്തസിസ് ചെയ്തു. അതുപോലെ തന്നെ ആ പ്രോട്ടീൻ സിന്തസിസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന കോഡിനെ ഡെസിഫർ ചെയ്തെടുക്കാൻ പറ്റി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം RNA സിന്തസിസ് ചെയ്തിട്ട് ആ RNA സിന്തസിസിൽ നിന്നാണ്, ആ RNA സിന്തസൈസ് ചെയ്ത RNA എന്നാണ് പ്രോട്ടീൻ സ്ട്രക്ചർ ഫോം ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ RNA-യിലെ കോമ്പിനേഷൻ എന്തായാലും അവർ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്താണല്ലോ, അവർക്കറിയുണ്ടാവും. സോ ഹിയർ സെവീറോ-ഒക്കോവ എൻസൈം യൂസ് ചെയ്തിട്ട് പോളിന്യൂക്ലിയേറ്റഡ് ഫോസ്ഫോറിലേസ്, സെവീറോ-ഒക്കോവ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ പോളിന്യൂക്ലിയേറ്റഡ് ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈം കണ്ടുപിടിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് സെവീറോ-ഒക്കോവ എൻസൈം എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ RNA-നെ പോളിമറൈസ് ചെയ്ത് അതിൻ്റെ സീക്വൻസ് ഒരു ടെംപ്ലേറ്റ് സീക്വൻസ് ഇൻഡിപെൻഡൻറ്റ് മാനറിൽ സിന്തസൈസ് ചെയ്തതിന് ശേഷം അതിനകത്തു നിന്നുള്ള പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ ഒബ്സർവ് ചെയ്ത് ഇവരുടെ എല്ലാവരുടെ എക്സ്പെരിമെൻ്റ് കൊണ്ട്, അതായത് മാർഷൽ നിരൻബർഗും അതുപോലെ ഹർഗോബിന്ദ് ഖൊറോണയും സെവീറോ-ഒക്കോവ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഇവരുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഇവർക്ക് അറ്റ് ലാസ്റ്റ് എല്ലാ കോഡോൺസും ഫോർ വേരിയസ് അമിനോആസിഡ്, പല അമിനോആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാ കോഡോൺസും എലൂസിഡേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഡെസിഫർ ചെയ്തെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. അതായത് അവർക്ക് ഇന്ന കോഡോൺ ഇന്ന അമിനോ ആസിഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. അങ്ങനെയുള്ള ജനറ്റിക് കോഡോൺ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ അമിനോ ആസിഡിനെയാണ് ഈ ചെക്കർ ബോർഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് കണ്ട ഒരു ടേബിൾ ഫോമിലൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ ഇത് പഠിക്കാനായിട്ട്. ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതുവരെ ആ ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Providing proof that the codon was a triplet was a more daunting task. The chemical method developed by Hargobind Khorana was instrumental in synthesizing RNA molecule with a defined combination of bases by using homopolymers and copolymers. അതായത് ഹർഗോബിന്ദ് ഖൊറോണ RNA മോളിക്യൂളിനെ ഡിഫൈൻ കോമ്പിനേഷനിൽ അദ്ദേഹം ഡിസൈൻ ചെയ്ത രീതിയിൽ, ഡിഫൈൻ ചെയ്ത രീതിയിൽ, അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ RNA പോളിമറിനെ ഉണ്ടാക്കിയെടുക്കുകയും അവിടെ പ്രോട്ടീൻ സിന്തസിസ് ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. മാർഷൽ നിരൻബർഗും അത് തന്നെയാണ് ചെയ്തത്. സെൽ ഫ്രീ സിസ്റ്റത്തിൽ ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഫൈനലി ഹെൽപ്പ് ടു കോഡ് ടു ബി ഡെസിഫേർഡ്. ജനറ്റിക് കോഡിനെ ഡെസിഫർ ചെയ്യാൻ മാർഷൽ നിരൻബർഗിന്റെ എക്സ്പെരിമെന്റ് സഹായിച്ചു. അതേപോലെ സെവീറോ-ഒക്കോവ എൻസൈം അല്ലെങ്കിൽ പോളിന്യൂക്ലിയേറ്റഡ് ഫോസ്ഫോറിലേസ് എൻസൈം വെച്ച് RNA-നെ പോളിമറൈസ് ചെയ്ത് ഡിഫൈൻഡ് സീക്വൻസിനെ, അവരുദ്ദേശിക്കുന്ന സീക്വൻസിനെ പോളിമറൈസ് ചെയ്ത് ഒരു ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് RNA മോളിക്യൂൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ എൻസൈമാറ്റിക് RNA സിന്തസൈസ് ചെയ്ത് അതിൽ നിന്ന് ഏത് പ്രോട്ടീനാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ഫൈനലി ഒരു ചെക്കർ ബോർഡും പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു ഇവരെ കൊണ്ട്. അപ്പോൾ ആ ചെക്കർ ബോർഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ടേബിൾ എങ്ങനെ കൊടുത്തേക്ക് നോക്കാം. സി ഹിയർ UCAG ഇതാണ് 4 ന്യൂക്ലിയോറ്റൈഡ്. ഇനി ഇത് 3 ഇതാണല്ലോ കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അപ്പർ കോളത്തിൽ കൂടെ UCAG എന്നെഴുതുക, ലെഫ്റ്റ് റോസ് വഴി UCAG എന്ന ഓരോ റോയിലും എഴുതണം. അതേപോലെ തന്നെ ഈ ഓരോ ചെറിയ ലൈനിൽ, അതായത് ഈ ഓരോ കോളത്തിലെ ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടല്ലോ, അവിടെ UCAG ഇങ്ങനെ എഴുതി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് UUU അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്, UUC അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്, UUA അതാണ് ഇത്, UUG ഇങ്ങനെ എല്ലാ കോളത്തിലും നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇതിങ്ങനെ എഴുതിയിട്ട് വേണം കേട്ടോ പഠിക്കാനായിട്ട്. അല്ലാണ്ട് പഠിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്താണ് ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ബോർഡ് എക്സാമിന് ഇപ്പോൾ ചോദിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമല്ലോ, അതൊന്ന് എഴുതി നോക്കാനൊക്കെ നമുക്ക് സമയമുണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് എഴുതി നോക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ പാടില്ല. ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ മടിയെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതില്ല. അപ്പം മടി തോന്നാതെ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണിത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ചെക്കർ ബോർഡ് വരയ്ക്കാനെന്നും പറഞ്ഞ് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു കോഡോൺ ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യണമെന്ന് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ചെക്കർ ബോർഡ് പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ എല്ലാ ജനറ്റിക് കോഡോൺസും എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ പഠിക്കേണ്ടത് ആദ്യത്തെ 2 ഫിനൈൽ അലനിൻ, പിന്നെ ലൂസിൻ, പിന്നെ 2 ലൂസിൻ, പിന്നെ 4 ലൂസിൻ, പിന്നെ 3 ഐസോലൂസിൻ, പിന്നെ ഒരു മെഥിയോനിൻ,
പിന്നെ 4 വാലിൻ. ഇങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കണം. അതേപോലെ 4 സെറിൻ, 4 പ്രോലിൻ, 4 ത്രിയോനിൻ, 4 അലനിൻ. കണ്ടോ? അപ്പോൾ ഇപ്പം നമുക്ക് പകുതി ചെക്കർ ബോർഡ് കഴിഞ്ഞു. പിന്നെ 2 തൈറോസിൻ, പിന്നെ 2 സ്റ്റോപ്പ് കോഡോൺ. ഈ സ്റ്റോപ്പ് കോഡോൺ ഏതൊക്കെയാണെന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല. UAA, UAG, UGA ഇത് മൂന്നുമാണ് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് വരുന്നത് കേട്ടോ. ഈ സ്റ്റോപ്പ് കോഡോൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന കോഡോൺ. അവിടെ ട്രാൻസ്ലേഷൻ നടക്കില്ല. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് കോഡോൺ 3 എണ്ണമാണ്: UAA, UAG ആൻഡ് UGA. UAA, UAG ആൻഡ് UGA ഇത് 3 എണ്ണമാണ് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് കോഡോൺ പഠിച്ചിരിക്കണം. പിന്നെ നെക്സ്റ്റ് ഹിസ്റ്റിഡിൻ, ഗ്ലൂട്ടമൈൻ, പിന്നെ അസ്പരാജിൻ, ലൈസിൻ. ഇത് അസ്പരാജിനാണ്, ഇത് ലൈസിനാണ്. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അതുപോലെ സിസ്റ്റീൻ, പിന്നെ സ്റ്റോപ്പ് കോഡോൺ, ദെൻ ട്രിപ്റ്റോഫാൻ. പിന്നെ നമുക്ക് ഈസിയാണ് ആർജിനൈൻ, സെറിൻ, ആർജിനൈൻ, ഗ്ലൈസിൻ. ഇങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് ഓരോന്നിനെയും ഇപ്പം നമ്മൾ ഇതിപ്പോൾ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഓരോന്നും നീട്ടി വലിച്ചെഴുതുന്നില്ല. ഫിനൈൽ അലിനിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പേരുണ്ട്, ഒരു ആൽഫബറ്റ് ഉണ്ട്. ആ ആൽഫബറ്റ് ഇവിടെ എഴുതി വെച്ചാലും മതി. ഞാനിവിടെ എഴുതി തരാം. ഓരോ അമിനോ ആസിഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റ്. F ആണ് ഫിനൈൽ അലിനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന L ആണ്. അതേപോലെ ഐസോലൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൂസിൻ L ആണ്. ഐസോലൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന I ആണ്. മെത്തിയോനിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന M ആണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഈ മെത്തിയോനിനും ഈ ട്രിപ്റ്റോഫാനും ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. AUG ആണ് മെത്തിയോനിനെ കോഡ് ചെയ്യുന്നത്. ട്രിപ്റ്റോഫാനിനെ കോഡ് ചെയ്യുന്നത് UGG ആണ്. അതിപ്പോൾ ഏത് കോഡോൺ ആണെന്നൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. കോഡോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കോഡോൺ ഓരോന്നും കാണാതെ പഠിക്കുന്നതിൽ നല്ലത്. അപ്പോൾ വേഗം ഈ ചെക്കർ ബോർഡ് വരച്ച് നോക്കി ജസ്റ്റ് അതിൻ്റെ ഓർഡറിലൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയും കേട്ടോ. ഇത് വാലിൻ V ആണ്. സെറിൻ S കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രോലിൻ P കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ത്രിയോനിൻ T കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അലിനിൻ A കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. തൈറോസിൻ വന്നിട്ട് Y കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. തൈറോസിൻ Y കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ UAA എന്ന സ്റ്റോപ്പ് കോഡോൺ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് UAA അറിയപ്പെടുന്നത്. UAA കണ്ടുപിടിച്ച ഓക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതേപോലെ UAG കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആംബർ ആണ്. അതുകൊണ്ട് തന്നെ UAG എന്ന കോഡോണിനെ അറിയപ്പെടുന്നത് ആംബർ എന്നാണ്. UAG അറിയപ്പെടുന്നത് ആംബർ എന്നാണ്. ഇനി നെക്സ്റ്റ് UGA കൂടെ പറഞ്ഞേക്കാം. UGA എന്ന് പറയുന്നതും ഒരു സ്റ്റോപ്പ് കോഡോണാണ്. UGA സ്റ്റോപ്പ് കോഡോണാണ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഒപ്പാൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒപ്പാൽ UGA കണ്ടുപിടിച്ചു. അപ്പോൾ UAA, UAG, UGA ഇത് കണ്ടുപിടിച്ചത് ഓക്കർ, ആംബർ, ഒപ്പാൽ ഈ 3 സയൻറ്റിസ്റ്റാണ് ഓർത്തിരുന്നോളാം. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഹിസ്റ്റിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ H ആണ്. പിന്നെ ഗ്ലൂട്ടമൈൻ ആണ്. ഗ്ലൂട്ടമൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ അസ്പരാജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ N ആണ്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ലൈസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ K ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അസ്പാർട്ടിക് ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന D-യും ഗ്ലൂട്ടാമിക് ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന E-യും ആണ് കേട്ടോ. ഇനി സിസ്റ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന C ആണ്. ആർജിനൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന R ആണ്. ട്രിപ്റ്റോഫാനെ റെപ്രസെൻ്റ് ചെയ്യുന്ന W ആണ്. ട്രിപ്റ്റോഫാനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് W ആണ്. W ലെറ്റർ ട്രിപ്റ്റോഫാനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സെറിൻ S നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആർജിനൈൻ R ആണ്. ഗ്ലൈസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന G ആണ്. അപ്പോൾ ഇതാണ് ഓരോ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ കോഡ്. ഓരോ ആൽഫബറ്റ് വെച്ച് അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിനോലാലനിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെത്തിയോനിൻ, വാലിൻ, സെറിൻ, പ്രോലിൻ, ത്രിയോനിൻ, അലിനിൻ, തൈറോസിൻ, 2 സ്റ്റോപ്പ് കോഡോൺ, ഹിസ്റ്റിഡിൻ, ഗ്ലൂട്ടമൈൻ, അസ്പരാജിൻ, ലൈസിൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, സിസ്റ്റീൻ, സ്റ്റോപ്പ് കോഡോൺ, ട്രിപ്റ്റോഫാൻ, ആർജിനൈൻ, സെറിൻ, ആർജിനൈൻ, ഗ്ലൈസിൻ എന്നീ അമിനോ ആസിഡ് 20 അമിനോ ആസിഡാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് 61 ഇറ്റ് കോഡ് ഫോർ അമിനോ ആസിഡ്, 61 കോഡോൺ ഇറ്റ് കോഡ് ഫോർ അമിനോ ആസിഡ്, 3 കോഡോൺസ് ഇറ്റ് കോഡ് ഫോർ സ്റ്റോപ്പ് കോഡോൺ. ഇതൊന്നിനെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് ട്രിപ്റ്റോഫാനും മെത്തിയോനിനും ഇത് രണ്ടും ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ എന്നും ഒന്ന് ഓർത്തിരിക്കുക.
ഇതാണ് ഇതിൻ്റെ ചെക്കർ ബോർഡ് കേട്ടോ. ഇനി ഇതിൻ്റെ സലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ജനറ്റിക് കോഡോണിൻ്റെ സലിയൻ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജനറ്റിക് കോഡോൺ വന്നിട്ട് ട്രിപ്ലെറ്റ് ആണ്, അതായത് 3 ന്യൂക്ലിയോടൈഡ്സ് കൂടിയിട്ടാണ് ജനറ്റിക് കോഡോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഈ 61 കോഡോൺസ് അമിനോ ആസിഡിനെ 3 കോഡോൺ വന്നിട്ട് അമിനോ ആസിഡിനെ ഒന്നും കോഡ് ചെയ്യാതെ അത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ചില അമിനോ ആസിഡ് കോഡ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ കോഡോൺസ് ചില അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. അതിന് ഡീജനറേറ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ഡീജനറേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ആ ഡീജനറേറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഈ UUC ഇതിനകത്ത് രണ്ടിലും കാണുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഈ UUC വന്നിട്ട് ഈ UUC ഈ യുയും ഈ സിയുമാണ് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ TRNA അത് വന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് ഈ യുവിനെ അങ്ങോട്ടും ഈ സീനെ അങ്ങോട്ടും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അങ്ങോട്ട് വിട്ടളയും. അതുകൊണ്ട് അവിടെ ഒരു എന്താ പറയുക, ആ ഒരു ഭാഗം ചേരുന്നില്ലെങ്കിൽ പോലും അവിടെ ഫിനൈൽ അലിനെ കൊണ്ടു കൊടുക്കും TRNA. അതിന് നമ്മൾ വോബിൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡീജനറസി കാണിക്കുന്നത് വോബിൾ ഹൈപ്പോത്തസിസ് ആണ്. അതായത് തേർഡ് ബേസിനെ മൈൻഡ് ആക്കാതെ അങ്ങോട്ട് അപ്രോപ്രിയേറ്റ് അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ ചെയ്യുന്നതിന് വോബിൾ ഹൈപ്പോത്തസിസ് എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ജനറ്റിക് കോഡോൺ mRNAയിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പങ്ക്ച്വേഷൻസോ അല്ലെങ്കിൽ കോമ ഇതൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കോഡ് സാധാരണയായിട്ട് നിയർലി ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അതായത് ഇപ്പോൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം എടുത്ത് നോക്കിയാലും യൂക്യാരിയോട്ടിക് ഓർഗാനിസം എടുത്ത് നോക്കിയാലും ഏതിലാണെങ്കിലും അത് ഒരു യൂണിവേഴ്സൽ നേച്ചർ ആയിരിക്കും കാണുന്നത്. അതായത് എല്ലാ ഇപ്പോൾ യു അത് ഫിനൈലാലിനെയാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിലും അത് ഫിനൈലാലിനെ തന്നെയായിരിക്കും കോഡ് ചെയ്യുന്നത്. എന്നാൽ ചില കേസിൽ ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതായത് മൈറ്റോകോൺട്രിയയിലെ കോഡോൺ അതിനകത്ത് കുറച്ച് വേരിയേഷൻ കാണിക്കാറുണ്ട്. അതേപോലെ പ്രോട്ടോസോവൻ്റെ കോഡോൺ കുറച്ച് വേരിയേഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആ വേരിയേഷൻ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു തരാം. മൈറ്റോകോൺട്രിയയിൽ UGA ട്രിപ്റ്റോഫാനിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും UGA എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഈ മൈറ്റോകോൺട്രിയയിൽ സാധാരണ ഇത് UGA എന്താ കോഡ് ചെയ്യുന്നതെന്ന് നോക്കിയേ, UGA സ്റ്റോപ്പ് കോഡോണാണ്. UAA UAG UGA ശരിക്കും സ്റ്റോപ്പ് കോഡോണാണ്. പക്ഷെ മൈറ്റോകോൺട്രിയയിൽ അത് ട്രിപ്റ്റോഫാനെയാണ് കോഡ് ചെയ്യുന്നത്. മൈറ്റോകോൺട്രിയയിൽ ട്രിപ്റ്റോഫാനെയാണ് UGA കോഡ് ചെയ്യുന്നത്. പിന്നെ ആനിമൽ മൈറ്റോകോൺട്രിയയിൽ AUA മെത്തിയോണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, AUA എന്ന് പറയുന്നത് AUA അത് ഐസോലൂസിനെ ശരിക്കും കോഡ് ചെയ്യേണ്ടത്, പക്ഷേ അത് മെത്തിയോണിനെയാണ് ആനിമൽ മൈറ്റോകോൺട്രിയയിൽ കോഡ് ചെയ്യുന്നത്. അതേപോലെ എല്ലാ വെർട്ടിബ്രേറ്റിലെ മൈറ്റോകോൺട്രിയയിൽ AGA ആൻഡ് AGG അത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ചെയിൻ ടെർമിനേറ്റേഴ്സ് ആയിട്ടാണ് AGAയും AGGയും യൂസ് ചെയ്യുന്നത്. ഞാൻ എഴുതണോ അത്? ഓക്കെ, ഞാനൊന്ന് എഴുതിയേക്കാം. മൈറ്റോകോൺട്രിയയിൽ ഈ UGA കോഡ് ചെയ്യുന്നത് ട്രിപ്റ്റോഫാനെയാണ്. ട്രിപ്റ്റോഫാനെ ഞാനിവിടെ W എന്നാണ് എഴുതുന്നത്. UGA കോഡ് ഫോർ ട്രിപ്റ്റോഫാൻ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോപ്പ് കോഡോണിന് പകരം അത് മൈറ്റോകോൺട്രിയൽ UGA കോഡ് ചെയ്യുന്നത് ട്രിപ്റ്റോഫാനെയാണ് കേട്ടോ. ഇനി ആനിമൽ മൈറ്റോകോൺട്രിയൽ AUA മെത്തിയോണിനെയാണ് കോഡ് ചെയ്യുന്നത്. AUA കോഡ് ചെയ്യുന്ന മെത്തിയോണിനെയാണ്. ഈ മെത്തിയോന് ഇൻസ്റ്റെഡ് ഓഫ് മെത്തിയോണിന് പകരം AUA ശരിക്കും കോഡ് ചെയ്യേണ്ടത് ഇതിനെയാണ്? ഐസോലൂസിനെയാണ് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഐസോലൂസിൻ AUA ഇറ്റ് കോഡ് മെത്തിയോനിൻ ഇൻ ദ ആനിമൽ മൈറ്റോകോൺട്രിയ. അതേപോലെ വെർട്ടിബ്രേറ്റിൽ മൈറ്റോകോൺട്രിയ യൂസ് AGA ആൻഡ് വെർട്ടിബ്രേറ്റ് മൈറ്റോകോൺട്രിയയിൽ AGA ആൻഡ് AGG ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് കോഡോണിനെയാണ്. ശരിക്കും ഈ AGAയും AGGയും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കിക്കേ, AGA ആൻഡ് AGG ഇത് അർജിനൈനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. പക്ഷേ വെർട്ടിബ്രേറ്റിലെ മൈറ്റോകോൺട്രിയയിലെ AGA AGG എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്റ്റോപ്പ് കോഡോണിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ UAA UAG അത് ഗ്ലൂട്ടമൈനാണ് പ്രോട്ടോസോവയിൽ കോഡ് ചെയ്യുന്നത്. ശരിക്കും UAA UAG എന്താണ്? സ്റ്റോപ്പ് കോഡോണാണ്. അപ്പോൾ പ്രോട്ടോസോവയിൽ UAA UAG ഇത് രണ്ടും കോഡ് ചെയ്യുന്ന ഗ്ലൂട്ടമൈനെയാണ് കേട്ടോ. ഇത് രണ്ടും കോഡ് ചെയ്യുന്നത് ഗ്ലൂട്ടമൈനെയാണ്. ഗ്ലൂട്ടമൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്?
ഗ്ലൂട്ടമൈൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യൂ. അപ്പോൾ ഗ്ലൂട്ടമൈനെയാണ് UAG റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോപ്പ് കോഡോൺ. ഓക്കെ, അപ്പോൾ വെർട്ടിബ്രേറ്റിൽ AGG ഇത് സ്റ്റോപ്പ് കോഡോണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും അത് ആർജിനൈനെ ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോ, അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും അവിടെ ഒരു വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെന്നുള്ളവർ മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് AUGക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഒന്ന് അത് മെത്തിയോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, വേറൊന്ന് അത് ഇനിഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതുമാണ്. അതേപോലെ UAA UAG UGA ഇത് സ്റ്റോപ്പ് കോഡോൺസ് ആണ്, അല്ലെങ്കിൽ ടെർമിനേറ്റർ കോഡോൺസ് ആണ്. UAA UAG UGA ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഓക്കർ, ആംബർ, ഒപ്പാൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്കൊരു സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്, mRNAയുടെ ഒരു സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് അമിനോ ആസിഡിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ നോക്കിക്കേ, AUG കോഡ് ചെയ്യുന്ന എന്തിനാണ്? AUG ഇറ്റ് കോഡ് ഫോർ മെത്തിയോനിൻ അല്ലേ? AUG ഇറ്റ് കോഡ് ഫോർ മെത്തിയോനിൻ. അതേപോലെ UUU കോഡ് ഫോർ ഫിനൈലാലനിൻ, ദിസ് കോഡ് ഫോർ UUC ഫിനൈലാലനിൻ, UUU ഇറ്റ് ഈസ് ഫിനൈലാലനിൻ കേട്ടോ. ഇങ്ങനെയായിരിക്കും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ചാണ് ഈ മെത്തിയോനിൻ ഫിനൈലാലനിൻ ഇങ്ങനെയാണ് തരുന്നതെങ്കിലോ, അങ്ങനെയാണ് തരുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജനറ്റിക് കോഡോൺ എന്താണ് എന്ന് എഴുതാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ജനറ്റിക് കോഡോൺ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു, നമുക്കറിയാം ഇന്ന് ജനറ്റിക് കോഡോൺസ് ഏതൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ തിരിച്ചും എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. See, now try the opposite. Following is a sequence of amino acid coded by an mRNA. അതിൻ്റെ mRNA ഡെസിഫർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേയിലും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇത് UUU ആണോ UUC ആണോ എന്നുള്ള ഒരു ഡൗട്ട് വരും. മെത്തിയോനിൻ്റെ കേസിൽ ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ, കാരണം അതിന് ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. See here, the salient features of genetic code are as follows. The codon is triplet. 61 codon code for amino acid and 3 codons do not code for any amino acid, hence they function as a stop codon. 61 codon amino acidനെ 3 codon stop codon ആയിട്ടും ആണ് ആക്ട് ചെയ്യുന്നത്. Some amino acids are coded by more than one codon, hence the code is degenerate. ചില അമിനോ ആസിഡ് ഒന്നിൽ കൂടുതൽ കോഡോൺ കോഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഡീജനറേറ്റ് ടൈപ്പ് ഓഫ് കോഡോൺ ആണ്. കോഡോൺ ഈസ് റെഡ് ഇൻ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. mRNAയിലെ കോഡോൺ റീഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫാഷനിലാണ്. അതായത് ഇപ്പോൾ അതാ ഇവിടെ നോക്കി, ഇവിടെ എവിടെയും കോമയോ കുത്തോ പങ്ക്ച്വേഷനോ ഒന്നുമില്ല അല്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ദർ ഈസ് നോ പങ്ക്ച്വേഷൻസ് ഇൻ ബിറ്റ്വീൻ ദ കോഡോൺ. കോഡോൺ ഈസ് നിയർലി യൂണിവേഴ്സൽ. അത് ഏകദേശം യൂണിവേഴ്സലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീങ്സ് വരെ UUU കോഡ് ചെയ്യുന്ന ഫിനൈലാലനിനെയാണ്. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് മൈറ്റോകോൺട്രിയൽ കോഡോൺസും അതുപോലെ തന്നെ പ്രോട്ടോസോവയിലൊക്കെ നമുക്ക് ചില വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. പിന്നെ AUG എന്ന് പറയുന്ന കോഡോണിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് അത് മെത്തിയോനിനെ കോഡ് ചെയ്യുക എന്നുള്ളത്, മറ്റത് ഇനിഷ്യേറ്റർ കോഡോണായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ UAA UAG UGA ഇത് സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ന്യൂക്ലിയോടൈഡ്, ഈ ഫോളോയിങ് ഇസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ mRNA. predict the sequence of amino acid coded by take a help of checker board. ചെക്കർ ബോർഡിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിന് ഏതൊക്കെ അമിനോ ആസിഡാണ് വരുന്നതെന്ന് എഴുതി വെക്കാം. അതിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ എഴുതാൻ പഠിക്കണം കേട്ടോ നിങ്ങൾ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഈ അമിനോ ആസിഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ജനറ്റിക് കോഡോൺ ഡീജനറസി കാണിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഫിനൈലാലനിൻ കുറേ തന്നെ തന്നേക്കുമ്പോൾ അത് UUU ഉണ്ട്, UUCയും കോഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡ് ഒന്നിൽ കൂടുതൽ ജനറ്റിക് കോഡോൺ ഉള്ളതുകൊണ്ട് ഇത്തിരി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അതല്ലാതെ മറ്റേ mRNA കിട്ടിയ അമിനോ ആസിഡ് എഴുതുന്ന അത്രയും ലാഘവത്തോടെ നമുക്ക് എഴുതാൻ കഴിയില്ല എന്ന് ചുരുക്കം. Okay, ഇനി can you correlate which two properties of genetic code you have learnt? ഏതൊക്കെ ജനറ്റിക് പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ കോറിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഈ mRNAയിൽ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് കോഡ് ചെയ്യുന്ന ഈ mRNAയിൽ നമ്മൾ നോക്കുമ്പോൾ മെത്തിയോനിൻ, ഫിനൈലാലനിൻ ഇതിനെ ഡീകോഡ് ചെയ്യുമ്പോഴും നമ്മൾക്ക് കുറേ പ്രോപ്പർട്ടീസ് കിട്ടുന്നുണ്ട്. ഇതിനെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു mRNA സീക്വൻസും കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ആ രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഒരു കോഡോൺ
എപ്പോഴും ഒരു അമിനോ ആസിഡിനെ മാത്രം കോഡ് ചെയ്യുന്നുള്ളൂ. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. അതായത് ജനറ്റിക് കോഡോൺ എപ്പോഴും അൺആംബിഗ്വസ് ആണ്. ജനറ്റിക് കോഡോൺ ഈസ് അൺആംബിഗ്വസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനറ്റിക് കോഡോൺ ഈസ് അൺആംബിഗ്വസ്. നമ്മളത് പറഞ്ഞതാണ്. അതായത് സ്പെസിഫിക് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് അൺആംബിഗ്വസ് എന്ന് പറയുന്നത്. അൺആംബിഗ്വസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഇവിടെ യൂസ് ചെയ്തിട്ടുമുണ്ട്. അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻഡ് ദേ ആർ ഡീജനറേറ്റ്. ഒന്നീ കൂടുതൽ കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാം. ആൻഡ് ദേ ആർ ഡീജനറേറ്റ്. അവർ ഒന്നീ കൂടുതൽ കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാം, പക്ഷെ ഒരു കോഡോൺ ഒരിക്കലും ഒന്നീ കൂടുതൽ അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല. അത് രണ്ടുമാണ് ഇവിടെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരുന്നോളണം, ജനറ്റിക് കോഡോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോഡോൺ അത് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളൂ, ഒന്നീ കൂടുതൽ അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല. അതേസമയം ഒരു അമിനോ ആസിഡിനെ ഒന്നീ കൂടുതൽ കോഡോൺ കോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫിസിറ്റിയാണ്, അതിന് അൺആംബിഗ്വസ് നേച്ചറാണ്. അതേപോലെ ഒന്നീ കൂടുതൽ കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാം എന്ന് പറയുന്ന അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡീജനറസി ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മ്യൂട്ടേഷൻ ആൻഡ് ജനറ്റിക് കോഡാണ് കേട്ടോ.